ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്നൊരു നൂഡിൽസ് ചാട്ട് ഉണ്ടാക്കിയാലോ. ഞാനിപ്പോൾ ഇവിടെ ഇപ്പിയുടെ നൂഡിൽസാണ് എടുത്തേക്കുന്നത്. മാഗി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതൊരു എന്താ പറയുക, സെർവ് ഹോട്ട്, അതായത് പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കേണ്ടതാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഇത് കൊള്ളില്ല. പിന്നെ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട്. പിന്നെന്താ, നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: നൂഡിൽസ് 2 പാക്കറ്റ്, അപ്പോൾ അതിൻ്റെ 2 മസാല ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, 1 തക്കാളി, പിന്നെ 1 സവാള, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. ചെറുതാണെങ്കിൽ 2 എടുക്കുക. അതുപോലെ പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 2 മസാല പാക്കറ്റുകൾ, പിന്നെ 1 നാരങ്ങ പകുതി മതി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടോ, അതിലേക്ക് ഈ നൂഡിൽസ് ഇടുക. അത് നന്നായിട്ട് ചെറുതായിട്ട് പൊടിക്കണം കേട്ടോ. എല്ലാം ഒരേപോലെ പാകത്തിന് ചെറുതായിട്ട് പൊടിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ നിറം ആവണ വരെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. കണ്ടപ്പോൾ ഇത് ഈ രൂപത്തിലായല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് മസാലയും കൂടെ ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. കരിഞ്ഞു പോകാണ്ട് നമുക്ക് കിട്ടണമല്ലോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ഇപ്പി മസാല. രണ്ട് പാക്കറ്റ് എടുത്തിട്ടുള്ളതാണ്. ഞാൻ 2 പാക്കറ്റ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും പറ്റണമല്ലോ, അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ വെള്ളം ഫുൾ വറ്റി വീണ്ടും നല്ല ക്രിസ്പ് ആവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടേ, ഒരു 3 വിസിൽ വന്ന് വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞ് വച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ 1 പാക്കറ്റും കൂടെ ഇട്ടു. വീണ്ടും ഇളക്കി കൊടുക്കുക. മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തേക്ക്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു. നമ്മൾ ഇച്ചിരി കൂടെ മസാല ഇട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഉണ്ടാക്കി നിങ്ങൾ ഉടനെ തന്നെ കഴിക്കുക. കാരണം അല്ലെങ്കിൽ ഇതങ്ങ് തണുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലല്ലേ നമ്മൾ എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി വേവിച്ച് അരിഞ്ഞ് വച്ചേക്കുന്ന, പുഴുങ്ങി അരിഞ്ഞ് വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി എല്ലാം കൂടെ ഒരു ബൗളിലിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പും ചേർക്കുന്നുണ്ട്. ഇപ്പം നൂഡിൽസിൻ്റെ ഇതിന് ഭയങ്കര ഉപ്പാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി കൂടെ. മറ്റേതിൽ നന്നായിട്ട് മസാല, നമ്മൾ 3 പാക്കറ്റ് മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനൊരു സ്വാദിന് വേണ്ടിയിട്ട് കുറച്ചൊരു മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത്. ഉപ്പ് എന്തായാലും ഈ ഉരുളക്കിഴങ്ങിനും സവാളയ്ക്കും തക്കാളിക്കൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ചേർത്തത്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഈ മാഗിയോ അല്ലെങ്കിൽ ഇപ്പിയോ, ഞാനിവിടെ ഇപ്പിയാണ് എടുത്തേക്കുന്നത്, അത് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇത് ചൂടോടെ വിളമ്പുക. അപ്പം അതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ കുറച്ച് നീര്, ഫുൾ വേണ്ട, കുറച്ച് നീര് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കൊരു പെട്ടെന്ന് എന്താ പറയുക, ഒരു ചാട്ട് തയ്യാറായിട്ടുണ്ട്. ചാട്ട് ഭേൽ എന്താണെങ്കിലും പറയാം. അപ്പോൾ ഇത് റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ഇത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങണ ഒരു സമയം, ബാക്കി അരിയണൊക്കെ പെട്ടെന്ന് ചെയ്യാമല്ലോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.